ഡോക്ടർ ശശി തരൂർ എന്ന വിശ്വപൗരന് നാനാ വഴിക്കൂടെയും വിട്ട് വേട്ടയാടിക്കൊണ്ടിരിക്കുകയാണിപ്പോൾ. വേട്ടയാടുന്നത് മറ്റാരുമല്ല, കോൺഗ്രസ്സുകാർ തന്നെ. കോൺഗ്രസ്സുകാർക്കൊരു നിൽക്കക്കള്ളിയും ഇല്ലാതായി തീർന്നിരിക്കുന്നു. കോൺഗ്രസ്സുകാരെ അങ്ങനെ പ്രതിരോധത്തിലാക്കിക്കൊണ്ടാണ് ശശി തരൂർ മുമ്പോട്ട് പോകുന്നത്. കോൺഗ്രസ്സുകാർ വിചാരിച്ചത് തരൂരിനെ അങ്ങ് പത്മവ്യൂഹത്തിനകത്താക്കാമെന്നാണ്. പക്ഷേ കോൺഗ്രസ്സുകാരെ ഇപ്പോൾ അതിനകത്താക്കിയിരിക്കുകയാണ് തരൂർ. തരൂർ ഓരോ ദിവസം കഴിയുന്തോറും നരേന്ദ്രമോദിയെ പ്രശംസിക്കുന്നു, മോദിയുടെ ഗുണഗണങ്ങൾ വാഴ്ത്തുന്നു. ഭീകരാക്രമണത്തിൽ നമ്മൾ എടുത്ത നിലപാട്, നമ്മൾ തിരിച്ചടിച്ചത്, പാകിസ്ഥാൻ്റെ ഭീകര കേന്ദ്രങ്ങൾ ആക്രമിച്ചത്, ഇതെല്ലാം ലോകത്തിന് മുമ്പിൽ വെളിപ്പെടുത്തി കൊടുത്തു. ആ വെളിപ്പെടുത്തി കൊടുക്കാൻ പോയ ഒരു സംഘത്തിൻ്റെ തലവൻ കൂടിയായിരുന്നു ശശി തരൂർ. ശശി തരൂർ വിദേശങ്ങളിൽ നടത്തിയ വിശദീകരണം, തരൂരിന് കിട്ടിയ സ്വീകരണം, ഇതൊക്കെ കോൺഗ്രസിനെ വല്ലാതെ അലോസരപ്പെടുത്തുകയാണ്. തരൂരിനെ ഒട്ട് പുറത്താക്കാനും കഴിയുന്നില്ല, തരൂരൊട്ട് പുറത്തും പോകുന്നില്ല. തരൂർ ഹിന്ദു പത്രത്തിൽ ലേഖനവും എഴുതി. വിദേശങ്ങളിൽ നരേന്ദ്രമോദിക്കുള്ള അംഗീകാരം, ഒരു ഊർജ്ജസ്വലത, ഒരു ചുറിയുറുക്ക്, രാജ്യത്തെ നയിക്കാൻ എന്തുകൊണ്ടും നരേന്ദ്രമോദിയെ പോലുള്ള ഒരാളാണ് ആവശ്യം എന്നുള്ള രീതിയിൽ. അത് കോൺഗ്രസ് പാർട്ടിക്ക് അകത്ത് നിന്നുകൊണ്ട് ഇങ്ങനെയൊക്കെ എഴുതുമ്പോൾ അവർക്ക് സഹിക്കുമോ? ഇവിടെ ഭാവി പ്രധാനമന്ത്രി എന്നുള്ള ഒരു സ്ഥാനത്തോടുകൂടി ഇരിക്കുകയാണ് രാഹുൽ ഗാന്ധി. ആ പ്രസ്ഥാനത്തിൽ നിന്നുകൊണ്ട് ഇങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ എന്തു ചെയ്യും? അതിനു മുമ്പ് തന്നെ അദ്ദേഹം എഴുതിയ ഒരു ലേഖനത്തിൽ, ഇംഗ്ലീഷിൽ എഴുതിയത്, പലർക്കും മനസ്സിലാകാതെ എന്തൊക്കെയോ വായി തോന്നിയത് പറഞ്ഞുകൊണ്ട് നടന്നപ്പോൾ അദ്ദേഹം പറഞ്ഞു, ഇംഗ്ലീഷ് അറിയാവുന്നവർ വായിച്ച് കാര്യം മനസ്സിലാക്കിയിട്ട് അക്കാര്യത്തിൽ പ്രതികരിക്കുക. രാഹുൽ ഗാന്ധിക്കാണെങ്കിൽ രാഷ്ട്രീയമോ ചരിത്രമോ ഒന്നും തന്നെ അറിയത്തില്ല. അത് ശശി തരൂർ പറഞ്ഞത് വളരെ കൃത്യമാണ്. രാഹുൽ ഗാന്ധിക്ക് എന്ത് രാഷ്ട്രീയം അറിയാം? ആകെ കൂടെ അറിയാവുന്നത് തങ്ങളുടെ കുടുംബമാണ് കോൺഗ്രസ്സാണ്, തങ്ങളുടെ കുടുംബത്തിൻ്റെ കയ്യിലാണ് രാജ്യം എന്നൊക്കെയാണ് ധരിച്ചു വച്ചിരിക്കുന്നത്. ചരിത്രമെന്ന് പറയുന്നതും ഇതൊക്കെ അവർ ചരിത്രമാക്കി മാറ്റി വച്ചിരിക്കുകയാണ്. ഇതാണ് ചരിത്രമെന്നും രാഹുൽ ഗാന്ധിക്ക് അറിയാം. അല്ലാതെ രാഹുൽ ഗാന്ധിക്ക് യഥാർത്ഥ രാഷ്ട്രീയമോ യഥാർത്ഥ ചരിത്രമോ അറിയത്തില്ല എന്നുള്ളതാണ്. അതൊക്കെ രാഹുൽ ഗാന്ധിയുടെ മുഖത്ത് നോക്കി ഇങ്ങനെ പറഞ്ഞത് അതങ്ങോട്ട് സഹിക്കുന്ന കാര്യമല്ല. ഏതെങ്കിലും ഒരു കോൺഗ്രസ്സുകാരന് ഇത് പറയാൻ പറ്റുമോ? പക്ഷെ ശശി തരൂർ അത് പറയാനുള്ള ചങ്കൂറ്റം കാണിച്ചു. കാരണം തരൂരിനെ സംബന്ധിച്ചിടത്തോളം തരൂർ രാഹുൽ ഗാന്ധിയേക്കാളൊക്കെ എത്രയോ ഉയരത്തിൽ നിൽക്കുന്ന ആളാണ്. എല്ലാവരും വിചാരിച്ച് തരൂരങ്ങ് ബി ജെ പിയിലേക്ക് പോകുമെന്ന്. തരൂർ ബി ജെ പിയിൽ പോകുമെന്ന് പറഞ്ഞിട്ടില്ല. ബി ജെ പിയിൽ പോകും, കേന്ദ്ര മന്ത്രിയാകും, ഇങ്ങനെയൊക്കെയാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അത് ഏതാണ്ടൊരു 2014 മുതൽ പറയുന്നുണ്ട്. പക്ഷെ 19 ഒന്നുകൂടെ ശക്തമായി, 24 ശേഷം ഒന്നുകൂടെ ശക്തമായി. 24 തെരഞ്ഞെടുപ്പിനെ അഭിമുഖീകരിക്കുമ്പോൾ അദ്ദേഹം പറഞ്ഞത് ഞാൻ ഇനിയും മത്സരിക്കാനില്ല എന്നാണ്. ഇനി ഏതായാലും തിരുവനന്തപുരത്ത് അദ്ദേഹം മത്സരിക്കില്ല. തിരുവനന്തപുരത്തൊന്നല്ല, ഒരു പാർട്ടിയിൽ നിന്ന് അദ്ദേഹം മത്സരിക്കാൻ ഉണ്ടാകത്തില്ല. നരേന്ദ്രമോദി ഇപ്പോൾ തന്നെ വലിയ ഉത്തരവാദിത്തമാണ് നൽകിയിരിക്കുന്നത്. നമ്മുടെ ഈ നയതന്ത്ര കാര്യങ്ങളൊക്കെ തന്നെ വിദേശത്ത് വിശദീകരിക്കുന്ന ഒരു ഉന്നത സമിതിയുടെ ചെയർമാനാക്കി തന്നെ മുമ്പോട്ട് കൊണ്ടുപോകും. അതുപോലെ തന്നെ UN സെക്രട്ടറി ജനറൽ സ്ഥാനത്തേക്ക് നോട്ടമുണ്ട്. അതിനകത്തൊക്കെ നരേന്ദ്രമോദിയും ട്രംപും ഒക്കെ ഒന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ ചിലപ്പോൾ കാര്യങ്ങൾ വളരെ ഭംഗിയായിട്ട് നടക്കും. തരൂരിനെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹം MP ആയിട്ടിരിക്കുന്നു എന്നുള്ളത് ഒരു കാര്യമേ അല്ല. അദ്ദേഹത്തിൻ്റെ ബയോഡേറ്റയിലെ ഏറ്റവും അവസാനത്തെ ഒരു കാര്യമാണ് തിരുവനന്തപുരത്തെ MP എന്നുള്ളത്. അദ്ദേഹം നയതന്ത്ര സ്ഥാനങ്ങളിൽ അത്യുന്നത പദവി വഹിക്കാൻ ആഗ്രഹിക്കുന്ന ആളാണ്. അദ്ദേഹം വിദേശങ്ങളിൽ സർവകലാശാലകളിൽ പ്രഭാഷണം നടത്തും. അദ്ദേഹത്തിന് അനർഗളമായ ഭാഷ,
അദ്ദേഹത്തിൻ്റെ ഒരു ശൈലി, ഇതൊക്കെ ഒരു സദസ്സിനെ കീഴ്പ്പെടുത്തി എടുക്കാനായിട്ട് സാധിക്കുമെന്നുള്ളതാണ്. അതാണ് തരൂരിൻ്റെ മൂല്യം, അതാണ് തരൂരിൻ്റെ മേൽവിലാസവും. അതൊക്കെ കൊണ്ട് തന്നെയാണ് അദ്ദേഹം വിദേശത്തേക്ക് ചെന്നപ്പോൾ വൻ വരവേൽപ്പോടുകൂടിയാണ് അദ്ദേഹത്തെ സ്വീകരിച്ചത്. അതുകൊണ്ട് തന്നെയാണ് നമ്മൾ വിശ്വപൗരൻ എന്ന ആ ഒരു പട്ടം അങ്ങോട്ട് ചാർത്തി കൊടുത്തത്. ഇതൊക്കെ നരേന്ദ്രമോദിക്ക് നന്നായിട്ട് അറിയാം. അതുകൊണ്ട് തന്നെയാണ് BJP കേന്ദ്ര നേതൃത്വവും ഭാരത സർക്കാരും തീർച്ചപ്പെടുത്തിയത് ഇങ്ങനൊരാളെ ഒരു സംഘത്തിൻ്റെ തലവനാക്കണം. കോൺഗ്രസ് പാർട്ടിയോട് ചോദിച്ചല്ലോ, നിങ്ങളിൽ നിന്ന് ആരെല്ലാം ഉണ്ട് ഇങ്ങോട്ടേക്ക് പോകാൻ, ഒരു ലിസ്റ്റ് തരാൻ പറഞ്ഞു. അവരൊരു ലിസ്റ്റ് കൊടുത്തു. അതിനകത്ത് രാഹുൽ ഗാന്ധിയോ അല്ലെങ്കിൽ ശശി തരൂരോ ഒന്നുമില്ല. അല്ലെങ്കിൽ രാഹുൽ ഗാന്ധി പറയണം ഞാൻ ഇറങ്ങാം ഒന്ന്. അങ്ങനെ വന്നിരുന്നുവെങ്കിൽ ഒരുപക്ഷെ വലിയ മൈലേജ് സിദ്ധിച്ചേനെ. തരൂരിനെ പല അവസരങ്ങളിലും കോൺഗ്രസ്സുകാർക്ക് വേണ്ട തരത്തിൽ ഉപയോഗിക്കാൻ കഴിഞ്ഞില്ല എന്നുള്ളതാണ്. തരൂർ തന്നെ ഒരിക്കൽ പറഞ്ഞു, നിങ്ങൾ എന്നെ ഉപയോഗിക്കൂ, ഇല്ലെന്നുണ്ടെങ്കിൽ ഞാൻ എൻ്റെ വഴിക്കൂടെ പോകും. കോൺഗ്രസ് അധ്യക്ഷ സ്ഥാനത്തേക്ക് മത്സരിച്ചത് വെറുതെ അല്ല, അദ്ദേഹം ആ സ്ഥാനത്തിന് വേണ്ടി തന്നെയാണ്. ആ സ്ഥാനം കിട്ടിയാൽ കോൺഗ്രസ് പാർട്ടിയെ ശുദ്ധീകരിച്ച് ഇന്ത്യയിലെ മുൻകാല സ്ഥിതിയിൽ എത്തിക്കാൻ കഴിയും എന്നൊരു ഉറച്ച വിശ്വാസം തരൂരിന് ഉണ്ടായിരുന്നു. പക്ഷെ അങ്ങനെ കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ സോണിയാഗാന്ധിക്കും പിള്ളേർക്കും ഇറങ്ങിപ്പോകേണ്ടി വരും. അവർ വഴിയാധാരമാകും. കാരണം കോൺഗ്രസ് പാർട്ടിയെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് സോണിയാഗാന്ധിയുടെയും രാഹുൽ ഗാന്ധിയുടെയും പ്രിയങ്ക ഗാന്ധിയുടെയും വധേര ഗാന്ധിയുടെയും വീട്ടുസ്വത്തെന്നുള്ള മട്ടിലാണ് ഇരിക്കുന്നത്. അപ്പം തരൂരിനെ ഏൽപ്പിച്ചിരുന്നുവെങ്കിൽ ഇന്ന് പാർലമെന്റിൽ ഉള്ളതിനേക്കാൾ ഒരു 10 സീറ്റെങ്കിലും കൂടുതൽ ഉണ്ടാക്കാൻ കഴിയുമായിരുന്നു. തരൂരിനെ അറിയാം ഒരു പാർട്ടിയെ എങ്ങനെ നയിക്കണമെന്ന്. ഈ പരമ്പരാഗതമായ രാഷ്ട്രീയ ശൈലിയല്ല അദ്ദേഹം ഉപയോഗിക്കുന്നത്. പുതിയ കാലത്ത് പുതിയ രീതിയിൽ രാഷ്ട്രീയത്തെ വഴിതിരിച്ചു വിടുകയാണ് തരൂർ ചെയ്യുന്നത്. മോദിയും ട്രംപുമായിട്ടുള്ള കൂടിക്കാഴ്ചയെ അദ്ദേഹം വളരെ ഭംഗിയായിട്ട് അതിനെ വിശദീകരിച്ചു കൊടുത്തു. ഇത് വലിയ നയതന്ത്ര ബന്ധമാണ് എന്ന് തരൂരിനറിയാം. പക്ഷെ ഈ കോൺഗ്രസ്സുകാർക്ക് അറിയത്തില്ലല്ലോ. അതാണ് അതിൻ്റെ കുഴപ്പം. കോൺഗ്രസ്സുകാരെന്ന് പറഞ്ഞാൽ അവർ ലോകം കണ്ടിട്ടില്ല. തരൂർ അതല്ല. തരൂരിന് തിരുവനന്തപുരത്തെ MP പദം എന്ന് പറയുന്നത് അതൊരു ഭൂഷണമല്ല, അദ്ദേഹത്തിൻ്റെ ഒരു അലങ്കാരവുമല്ല. അങ്ങനെയുള്ള അദ്ദേഹം ഒരു ലോക നയതന്ത്ര സ്ഥാനത്തിൽ ഇരുന്നു കൊണ്ട് ഒരു വിശ്വപൗരനായിട്ട് മാറി തൻ്റെ കഴിവ് മുഴുവൻ അവിടെ ഉപയോഗിക്കണം എന്ന് കരുതുന്ന ഒരാളാണ്. അതുകൊണ്ട് തന്നെ അദ്ദേഹം അത്തരത്തിലുള്ള നീക്കമാണ് നടത്തുന്നത്. തരൂരിനെ സംബന്ധിച്ചിടത്തോളം ഇനിയിപ്പോൾ അദ്ദേഹം കോൺഗ്രസ് പാർട്ടിയിലേക്ക് ഉണ്ടാകത്തില്ല. കോൺഗ്രസ് പാർട്ടിക്ക് അദ്ദേഹത്തെ ഉൾക്കൊള്ളാൻ കഴിയില്ല. അദ്ദേഹത്തിന് കോൺഗ്രസ് പാർട്ടിയെയും ഉൾക്കൊള്ളാൻ കഴിയില്ല. സുധാമേനോൻ തന്നെ എന്ന എഴുത്തുകാരി അദ്ദേഹത്തിന് എതിരെ രംഗത്ത് വന്നു. സ്വന്തം കൂട് വൃത്തിയാക്കി കാഷ്ടിച്ചു കൊണ്ടിരിക്കുന്ന ആളാണ് തരൂർ എന്നൊക്കെ പറഞ്ഞ്. ഇങ്ങനെ പല വഴികളിലൂടെ അദ്ദേഹത്തെ പലരും വേട്ടയാടിക്കൊണ്ടിരിക്കുകയാണ്. ആ സ്ത്രീയുടെ പറച്ചിൽ കേട്ട് കഴിഞ്ഞാൽ എന്തോ വലിയ കുറ്റം ചെയ്തു മാതിരിയാണ്. ദേശത്തിന് വേണ്ടി പ്രവർത്തിച്ചു എന്നുള്ളത് മാത്രമാണ് തരൂർ ചെയ്തിട്ടുള്ള കാര്യം. മറ്റു കോൺഗ്രസ്സുകാരും സ്വന്തം കൂട്ടിൽ കാഷ്ടിക്കുന്നവരാണ് എന്നുള്ളത് ആ എഴുത്തുകാരി അറിയുന്നുമില്ല.